പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? ന്യൂസിലാൻഡ്. എഡ്മണ്ട് ഹിലാരി ന്യൂസിലൻഡിൽ നിന്നുള്ള പ്രശസ്ത പർവ്വതാരോഹകനാണ്. 1953-ൽ ടെൻസിംഗ് നോർഗെയ്ക്കൊപ്പം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിലെ സമുദ്ര മത്സ്യബന്ധന ഗവേഷണത്തിനായി സ്ഥാപിച്ച സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI കൊച്ചിയിൽ സ്ഥിതിചെയ്യുന്നു. രാജ്യത്തിന്റെ തീരദേശ മത്സ്യസമ്പത്തിനെക്കുറിച്ച് ഇത് പഠനങ്ങൾ നടത്തുന്നു. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ ഇത് ബംഗാൾ ഉൾക്കടലിനെയും അറബിക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊച്ചി കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേര്? മാനുവൽ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായി കണക്കാക്കപ്പെടുന്ന കൊച്ചിയിലെ മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. പോർച്ചുഗീസ് രാജാവായ മാനുവലിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നീട് 1952 വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930-ൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. 1930-ൽ ഡെറാഡൂണിൽ സ്ഥാപിച്ച റെയിൽവേ സ്റ്റാഫ് കോളേജ് 1952-ൽ ഗുജറാത്തിലെ വഡോദരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനുള്ള ഒരു പ്രധാന സ്ഥാപനമാണിത്. ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത്? ചെമ്പ്. ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് 14-ാം നൂറ്റാണ്ടിൽ ചെമ്പ് നാണയങ്ങളിൽ ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കി. എന്നാൽ ഈ പരിഷ്കാരം പരാജയപ്പെടുകയായിരുന്നു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെ സ്ഥിതിചെയ്യുന്നു? കൊച്ചി. മത്സ്യബന്ധന സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായി കൊച്ചിയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സെഫ്റ്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയഗാനം? ദ സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയഗാനമാണ് ദ സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ. 1812-ലെ യുദ്ധത്തിലെ ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസിസ് സ്കോട്ട് കീ എഴുതിയ ഈ ഗാനം 1931-ൽ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഏത് ലോഹത്തിന്റെ അയിരാണ് സിന്നാബാർ? മെർക്കുറി. മെർക്കുറിയുടെ പ്രധാന അയിരാണ് സിന്നാബാർ, സെനബാർ. മെർക്കുറി സൾഫൈഡ് HgS ആണിത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി? മഹാവിഷ്ണു. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതിചെയ്യുന്ന പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ്. അനന്തശായി ഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏത് ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്? അലുമിനിയം. അലുമിനിയത്തിന്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. ഇത് അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും മേൽനോട്ടം വഹിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു വൈസ്രോയി. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചെന്നൈ. തുകൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായി ചെന്നൈയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CLRI. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിന്റെ ഇപ്പോഴത്തെ പേര്? കോമൺവെൽത്ത് ഗെയിംസ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കായികമേളയാണ് പിന്നീട് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ബ്രിട്ടീഷ് കോമൺവെൽത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബഹു കായികമേളയാണിത്. ഏത് നദിയുടെ പോഷകനദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത്? സിന്ധു. 5 നദികളുടെ ദേശം എന്ന് അർത്ഥം വരുന്ന പഞ്ചാബ് എന്ന പേര് സിന്ധു നദിയുടെ 5 പ്രധാന പോഷകനദികളായ സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ജലം എന്നിവയിൽ നിന്നാണ് ലഭിച്ചത്. സെൻട്രൽ ലാക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്?
റാഞ്ചി. ലാക് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായി റാഞ്ചിയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് സെൻട്രൽ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സംക്ഷേപവേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത് ഏതു വർഷം? 1772. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന സംക്ഷേപവേദാർത്ഥം 1772 റോമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ക്ലമന്റ് പിയാനിയസ് ആയിരുന്നു ഇതിന്റെ രചയിതാവ്. ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തി? കോൺസ്റ്റന്റൈൻ. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമനാണ് ക്രിസ്തുമതത്തെ റോമൻ സാമ്രാജ്യത്തിൽ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തി. മിലാൻ വിളംബരം 313 ആഡ് വഴി അദ്ദേഹം മതസ്വാതന്ത്ര്യം അനുവദിച്ചു. ഏതു വംശക്കാരനായിരുന്നു ബാബർ? ചഗതായി തുർക്ക്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബർ ചഗതായി തുർക്ക് വംശത്തിൽപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. മംഗോളിയൻ, ടർക്കിഷ് പാരമ്പര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സെൻട്രൽ മൈനിംഗ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ധൻബാദ്. ഖനന മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായി ജാർഖണ്ഡിലെ ധൻബാദിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് സെൻട്രൽ മൈനിംഗ് റിസർച്ച് സ്റ്റേഷൻ. ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലൈസ ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ്. എലൈസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ ടെസ്റ്റ് HIV അണുബാധ കണ്ടെത്തുന്നതിനായി സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രക്തപരിശോധനയാണ്. HIV വൈറസിനെതിരായ ആന്റിബോഡികളുടെ സാന്നിധ്യം ഇത് കണ്ടെത്തുന്നു. നവസാരത്തിന്റെ രാസനാമം? അമോണിയം ക്ലോറൈഡ്. നവസാരം എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡ് NH4Cl ആണ്. ഇത് പല വ്യാവസായിക ആവശ്യങ്ങൾക്കും വളമായും ഉപയോഗിക്കുന്നു. ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് ഗരുഡ? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ ദേശീയ വിമാനക്കമ്പനിയാണ് ഗരുഡ ഇന്തോനേഷ്യ. ഗരുഡൻ എന്ന ഹിന്ദു ഐതിഹ്യത്തിലെ പക്ഷിയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. നവാഗത സിനിമാ സംവിധായകർക്കുള്ള ദേശീയ അവാർഡ്? ഇന്ദിരാഗാന്ധി അവാർഡ്. ഇന്ത്യയിൽ മികച്ച നവാഗത സംവിധായകർക്ക് നൽകുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഓഫ് എ ഡയറക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്രീസിന്റെ കണ്ണ് എന്നറിയപ്പെടുന്നത്? ഏതൻസ്. പുരാതന ഗ്രീസിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ കേന്ദ്രമായിരുന്ന ഏതൻസ് ഗ്രീസിന്റെ കണ്ണ് എന്നറിയപ്പെടുന്നു. ഗ്രീക്ക് നാഗരികതയുടെ ഈറ്റില്ലമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം? അകക്കാമ്പ് കോർ. ഭൂമിയുടെ ഘടനയിലെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം അകക്കാമ്പ് അഥവാ ഇന്നർ കോർ ആണ്. ഇരുമ്പും നിക്കലും പോലുള്ള ഘനലോഹങ്ങൾ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏത് ലോഹത്തിന്റെ അയിരാണ് ഗലീന? ലെഡ്. ലെഡിന്റെ പ്രധാനപ്പെട്ട അയിരാണ് ഗലീന. ലെഡ് സൾഫൈഡ് PbS ആണിത്. ഗ്രന്ഥപുരയുടെ കോണിപ്പടിയിൽ നിന്ന് വീണുമരിച്ച മുഗൾ ചക്രവർത്തി? ഹുമയൂൺ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂൺ 1556 തന്റെ ഗ്രന്ഥശാലയുടെ കോണിപ്പടിയിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു ആകസ്മികമായ സംഭവമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം? ചെമ്പഴന്തി. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു 1856 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ കേരള നവോത്ഥാനത്തിന് വഴിയൊരുക്കി. ആഗ്ര നഗരം സ്ഥാപിച്ചത്? സിക്കന്ദർ ലോധി. 1504 ലോധി രാജവംശത്തിലെ സിക്കന്ദർ ലോധിയാണ് ആഗ്ര നഗരം സ്ഥാപിച്ചത്. പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാന തലസ്ഥാനമായി ഇത് മാറി. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ്? കോൺകേവ്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്ന നേത്രരോഗം പരിഹരിക്കാൻ കോൺകേവ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസുകൾ പ്രകാശരശ്മികളെ വികസിപ്പിച്ച് റെറ്റിനയിൽ കൃത്യമായി പതിക്കാൻ സഹായിക്കുന്നു. ഏതു വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? 1934.
ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി മഹാത്മാഗാന്ധി 1934-ൽ അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആരംഭിച്ചു. ഗ്രാമീണ വ്യവസായങ്ങളെയും സ്വയംപര്യാപ്തതയെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിക്ക് വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ എന്നാണ്. ഈ അവസ്ഥയിൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും ദൂരെയുള്ള വസ്തുക്കൾക്ക് മങ്ങൽ അനുഭവപ്പെടുന്നു. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. ശുദ്ധജലം നിർവീര്യമാണ്, അതുകൊണ്ട് അതിന്റെ pH മൂല്യം 7 ആണ്. 7-ൽ കുറഞ്ഞ pH മൂല്യം അമ്ലത്വത്തെയും 7-ൽ കൂടിയത് ക്ഷാരസ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഹാൻഡ്ബോൾ ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും? 7. ഒരു ഹാൻഡ്ബോൾ ടീമിൽ ഗോൾ കീപ്പർ ഉൾപ്പെടെ 7 കളിക്കാരാണ് കളിക്കുന്നത്. ഇതൊരു ടീം കായിക വിനോദമാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി സി.ഡി. ദേശ്മുഖാണ്. അദ്ദേഹം അപ്രകാരം എത്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്? 7. സി.ഡി. ദേശ്മുഖ് തുടർച്ചയായി 7 കേന്ദ്ര ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം 7. ഒരു കബഡി ടീമിൽ 7 കളിക്കാരാണ് ഒരുമിച്ച് കളിക്കുന്നത്. ഈ ഗെയിം പ്രധാനമായും ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ളതാണ്. ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായി രൂപവത്കരിക്കപ്പെട്ട ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിനായി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ അധ്യക്ഷതയിൽ 7 അംഗങ്ങളുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. സാർക്ക് എന്ന സംഘടനയുടെ സ്ഥാപക അംഗബലം എത്രയായിരുന്നു? 7. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സാർക്ക് സ്ഥാപിച്ചപ്പോൾ അതിൽ 7 അംഗരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അഫ്ഗാനിസ്ഥാൻ 8ാമത്തെ അംഗമായി ചേർന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് 2011-ൽ നടന്നത്? 7. സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെ സെൻസസാണ് 2011-ൽ നടന്നത്. ഇന്ത്യയിൽ എല്ലാ 10 വർഷത്തിലും സെൻസസ് നടത്തുന്നു. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് കോഫി അന്നാൻ? 7. ഗാനക്കാരനായ കോഫി അന്നാൻ ഐക്യരാഷ്ട്രസഭയുടെ 7ാമത്തെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ചു. 1997 മുതൽ 2006 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി. ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് നൂറ്റാണ്ടിലാണ് ഹിജ്റ കലണ്ടർ ആരംഭിച്ചത്? 7. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 7ാം നൂറ്റാണ്ടിലാണ് ഹിജ്റ കലണ്ടർ ആരംഭിച്ചത്. 622 CE. പ്രവാചകൻ മുഹമ്മദിന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണ് ഹിജ്റ കലണ്ടറിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. ആവർത്തന പട്ടികയിൽ എത്ര പീരിയഡുകളുണ്ട്? 7. ആവർത്തന പട്ടികയിൽ തിരശ്ചീനമായി 7 വരികളുണ്ട്. ഇവയെ പീരിയഡുകൾ എന്ന് വിളിക്കുന്നു. ഓരോ പീരിയഡിലും ആറ്റോമിക സംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. 1928-ൽ ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1928-ൽ ഇന്ത്യയിലെത്തിയ സൈമൺ കമ്മീഷനിൽ 7 അംഗങ്ങളാണുണ്ടായിരുന്നത്. ഈ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നില്ല. ഇത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ചാണക്യന്റെ സിദ്ധാന്തപ്രകാരം രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അംഗങ്ങൾ എത്രയെണ്ണമാണ്? 7. ചാണക്യന്റെ സപ്താംഗ സിദ്ധാന്തപ്രകാരം ഒരു രാജ്യത്തിന് 7 അടിസ്ഥാന ഘടകങ്ങളാണുള്ളത്: സ്വാമി, രാജാവ്, അമാത്യ, മന്ത്രി, ജനപദം, പ്രദേശം, ദുർഗ, കോട്ട, കോശ, ഖജനാവ്, ദണ്ഡ, സേന, മിത്ര, സഖ്യകക്ഷികൾ. എത്രാമത്തെ ആണവശക്തിയാണ് പാകിസ്ഥാൻ? 7. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ആണവായുധങ്ങൾ സ്വന്തമാക്കിയ 7ാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. മുംബൈയിലെ പ്രധാന ദ്വീപുകൾ എത്ര? 7.
മുംബൈ നഗരം രൂപപ്പെട്ടിരിക്കുന്നത് 7 ദ്വീപുകൾ ചേർന്നാണ്. കൊളാബ, ലിറ്റിൽ കൊളാബ, മാഹിം, മസഗോൺ, പരേൽ, വൊർളി, ബോംബെ എന്നിവയാണവ. പേശ്വ വംശത്തിൽ ആകെ ഭരണാധികാരികൾ എത്ര പേർ? 7. മറാഠ സാമ്രാജ്യത്തിലെ പേശ്വ വംശത്തിൽ ആകെ 7 പ്രമുഖ ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. ബാലാജി വിശ്വനാഥ് മുതൽ ബാജിറാവു രണ്ടാമൻ വരെയാണ് ഈ വംശം ഭരിച്ചത്. കല്ലുമാല സമരം നയിച്ചത്? അയ്യങ്കാളി. 1915-ൽ പെരിനാട്ടുവെച്ച് നടന്ന കല്ലുമാല സമരം നയിച്ചത് മഹാത്മാ അയ്യങ്കാളിയാണ്. ദളിത് സ്ത്രീകൾക്ക് കല്ലുമാലകൾ ഉപേക്ഷിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു ഈ സമരം. പരിസ്ഥിതി സംബന്ധിച്ച് ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് എവിടെ? സ്റ്റോക്ക്ഹോം. 1972-ൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതി ഉച്ചകോടിയാണ് ആഗോള പരിസ്ഥിതി നയങ്ങളുടെ തുടക്കം കുറിച്ചത്. ലോക പരിസ്ഥിതി ദിനം ആചരിക്കാനുള്ള തീരുമാനവും ഈ ഉച്ചകോടിയുടെ ഫലമായിരുന്നു. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര്? എ.കെ. ഗോപാലൻ. ഇന്ത്യയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളുമായിരുന്നു എ.കെ. ഗോപാലൻ. അദ്ദേഹത്തിന്റെ പ്രതിമ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇന്ത്യയിലെ വജ്രനഗരം? സൂറത്ത്. ഗുജറാത്തിലെ സൂറത്ത് നഗരം വജ്ര സംസ്കരണത്തിനും പോളിഷിംഗിനും ലോകപ്രസിദ്ധമാണ്. ലോകത്തിലെ ഏകദേശം 90% വജ്രങ്ങളും ഇവിടെയാണ് പോളിഷ് ചെയ്യുന്നത്. അതിനാൽ ഇത് ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ പ്രസിഡന്റായ മൂന്നാമത്തെ മുസ്ലിം ആര്? എ.പി.ജെ. അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു എ.പി.ജെ. അബ്ദുൽ കലാം. അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിനു മുൻപ് ഡോക്ടർ സക്കീർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ് മുസ്ലിം രാഷ്ട്രപതിമാരായിരുന്നത്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത് ആര്? ആനന്ദവർമ്മൻ ചോഡഗംഗ. ഒഡീഷയിലെ പുരിയിലുള്ള പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം കിഴക്കൻ ഗംഗ രാജവംശത്തിലെ അനന്തവർമ്മൻ ചോഡഗംഗ ദേവൻ പണികഴിപ്പിച്ചതാണ്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഹൈന്ദവ തീർത്ഥാടനത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. പുരുഷപുരത്തിന്റെ ഇപ്പോഴത്തെ പേര്? പെഷവാർ. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയുടെ തലസ്ഥാനമായ പെഷവാർ പഴയകാലത്ത് പുരുഷപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കുഷാൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇതൊരു പ്രധാന നഗരമായിരുന്നു. നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. മഹാരാഷ്ട്രയിലെ ഒരു പുരാതന നഗരമായ നാസിക് ഗോദാവരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളിൽ ഒന്നാണ് നാസിക്. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം? സെബി. ഇന്ത്യയിലെ ഓഹരി വിപണിയെയും മറ്റ് സെക്യൂരിറ്റികളെയും നിയന്ത്രിക്കുന്ന പ്രധാന സ്ഥാപനമാണ് സെബി. നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും വിപണിയുടെ സുതാര്യത ഉറപ്പാക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നാട്യം പ്രധാന നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത് ആര്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കേരളത്തിലെ പ്രശസ്ത കവികളിൽ ഒരാളാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ഗായകൻ എന്ന കവിതയിലെ ഈ വരികൾ നഗരജീവിതത്തെയും ഗ്രാമീണ ജീവിതത്തെയും കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശിപാർശ ചെയ്തത് ആര്? മെക്കാളെ പ്രഭു. 1835-ൽ മെക്കാളെ പ്രഭു അവതരിപ്പിച്ച മെക്കാളെ മിനിറ്റ്സ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മാധ്യമമാക്കുകയും പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന നിർദ്ദേശം. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനത്തിലെ തുഗ്ലക്ക് രാജവംശത്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹത്തിന്റെ നാണയ പരിഷ്കാരങ്ങളും പുതിയ നാണയങ്ങൾ അവതരിപ്പിച്ചതിലും പ്രശസ്തനായതുകൊണ്ട് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടു. നാട്യശാസ്ത്രം രചിച്ചത് ആര്? ഭരതമുനി.
പ്രാചീന ഇന്ത്യൻ കലാരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് നാട്യശാസ്ത്രം. നാടകം, നൃത്തം, സംഗീതം എന്നിവയുടെ സിദ്ധാന്തങ്ങളെയും പ്രായോഗിക വശങ്ങളെയും കുറിച്ച് ഭരതമുനി രചിച്ച സമഗ്രമായ ഒരു കൃതിയാണിത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു തടാകം. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ, ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ശുദ്ധജല തടാകമാണ് കൊല്ലേരു. ഒട്ടേറെ ദേശാടന പക്ഷികളുടെ ആവാസകേന്ദ്രമായ ഇത് ഒരു റാംസർ സൈറ്റ് കൂടിയാണ്. ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇറ്റലിയിലാണ് ഫാസിസം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉടലെടുത്തത്. ഇത് തീവ്രദേശീയതയും ഏകാധിപത്യവും തൊഴിലാളി വിരുദ്ധതയും പ്രോത്സാഹിപ്പിച്ചു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ. വില്യം ഹെൻറി ഹാരിസൺ അമേരിക്കയുടെ 9ാമത്തെ പ്രസിഡന്റായിരുന്നു. 1841-ൽ ചുമതലയേറ്റ് വെറും 31 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് മരണപ്പെട്ടു. ഏറ്റവും കുറഞ്ഞ കാലാവധി ഭരിച്ച അമേരിക്കൻ പ്രസിഡന്റും ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ ഷീ ഹുവാങ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യസാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. ചൈനയെ ഏകീകരിച്ച ഷീ ഹുവാങ് തിയെപ്പോലെ ഇന്ത്യയെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതുകൊണ്ടാണ് ചന്ദ്രഗുപ്തനെ ഇന്ത്യയുടെ ഷീ ഹുവാങ് തി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ കാലഘട്ടം AD 5-ാം നൂറ്റാണ്ട്. ചന്ദ്രഗുപ്ത രണ്ടാമന്റെ വിക്രമാദിത്യൻ ഭരണകാലത്താണ് ചൈനീസ് ബുദ്ധസന്യാസിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത്. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി അദ്ദേഹം ഇന്ത്യയിൽ ബുദ്ധമത പഠനത്തിനായി സഞ്ചരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽപ്പുഴ. പത്തനംതിട്ട ജില്ലയിലെ ചെറുകോൽപ്പുഴയിൽ പമ്പാ നദിയുടെ തീരത്താണ് പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എല്ലാ വർഷവും നടക്കുന്നത്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതസമ്മേളനമാണ്. പുകയിലച്ചെടിയുടെ ഏതു ഭാഗത്താണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത്? ഇല. നിക്കോട്ടിൻ എന്ന ആൽക്കലോയിഡ് പുകയിലച്ചെടിയുടെ ഇലകളിലാണ് പ്രധാനമായും ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ഒരു കീടനാശിനിയായും ഉത്തേജകമായും പ്രവർത്തിക്കുന്ന ഒരു വിഷവസ്തുവാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഏറ്റവും വലിയ സംഭരണികളിൽ ഒന്നാണ് അന്റാർട്ടിക്ക. ഈ മഞ്ഞുമൂടിയ വൻകരയിൽ ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം 70% ഐസ് രൂപത്തിൽ കാണപ്പെടുന്നു. 11-ാം നൂറ്റാണ്ടിൽ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച മുസ്ലിം ആക്രമണകാരി ആര്? മുഹമ്മദ് ഗസ്നി. ഗസ്നിയുടെ മഹ്മൂദ് 1024-ൽ ഗുജറാത്തിലെ പ്രശസ്തമായ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിക്കുകയും വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 17 ഇന്ത്യൻ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണിത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? അറക്കൻ യോമ. മ്യാൻമറിലെ പർവ്വതനിരയായ അറക്കൻ യോമയുടെ സമുദ്രാന്തർഭാഗത്തുള്ള തുടർച്ചയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം എന്ന് ഭൂമിശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ ദ്വീപുകൾ പർവ്വതങ്ങളുടെ മുകൾ ഭാഗങ്ങളാണ്. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെട്ടത് ആര്? ജോസഫ് പ്രീസ്റ്റ്ലി. കാർബണേറ്റഡ് വെള്ളം അഥവാ സോഡ വാട്ടർ കണ്ടുപിടിച്ചതിലൂടെയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്സിജൻ കണ്ടുപിടിച്ചതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. പുരുഷസൂക്തം ഏതു വേദത്തിന്റെ ഭാഗമാണ്? ഋഗ്വേദം. വേദകാലത്തെ പ്രധാനപ്പെട്ട ഒരു സ്തുതിഗീതമാണ് പുരുഷസൂക്തം. ഇത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ കാണപ്പെടുന്നു. വിശ്വപുരുഷനെക്കുറിച്ചും സാമൂഹിക വർണ്ണ വിഭജനത്തെക്കുറിച്ചുമുള്ള ഒരു ദാർശനിക കാഴ്ചപ്പാട് ഇത് അവതരിപ്പിക്കുന്നു. ഒന്നിലധികം രാജ്യങ്ങളുടെ പ്രഥമ വനിതാ പദമലങ്കരിച്ച ഏക വനിതയാണ് ഗ്രേസ് മാർഷൽ. അതിലൊരു രാജ്യം മൊസാംബിക് ആണ്. മറ്റേ രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക. ഗ്രേസ് മാർഷൽ മൊസാംബിക്കിന്റെ മുൻ പ്രസിഡന്റ് സമോറ മാർഷലിന്റെ ഭാര്യയായും പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ ഭാര്യയായും പ്രഥമ വനിതാ പദവി വഹിച്ചു. ലോകചരിത്രത്തിൽ ഒന്നിലധികം രാജ്യങ്ങളുടെ പ്രഥമ വനിതാ പദവി വഹിച്ച ഏക വ്യക്തിയാണ് അവർ.
874 ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വെറും 874 ദിവസം കൊണ്ടാണ്. ഇത് മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് കവറിൽ രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം USA. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് USA. പൊതുജനാരോഗ്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൽ ഇത് ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധം പെൻസിലിൻ. 1928-ൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച പെൻസിലിൻ മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക്കായിരുന്നു. ബാക്ടീരിയൽ അണുബാധകളെ ചികിത്സിക്കുന്നതിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഫരീദിന് ഷേർഷാ എന്ന ബിരുദം നൽകിയ ബീഹാറിലെ ഭരണാധികാരി ബഹർ ഖാൻ ലോഹാനി. ഫരീദ് ഖാൻ ഒരു സിംഹത്തെ ഒറ്റയ്ക്ക് കൊന്നതിനുശേഷമാണ് ബഹർ ഖാൻ ലോഹാനി അദ്ദേഹത്തിന് ഷേർ ഖാൻ പിന്നീട് ഷേർഷാ എന്ന ബിരുദം നൽകിയത്. പിന്നീട് ഷേർഷാ സൂരി എന്ന പേരിൽ അദ്ദേഹം ഒരു ശക്തനായ ഭരണാധികാരിയായി മാറി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതം സോപാന സംഗീതം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേരളീയ സംഗീത രൂപമാണ് സോപാന സംഗീതം. ഇത് സാധാരണയായി ക്ഷേത്ര ശ്രീകോവിലിന്റെ സോപാനത്ത് പുരുഷന്മാരായ കലാകാരന്മാർ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ പ്രഥമ വ്യക്തി സത്യജിത് റേ. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ സംവിധായകനായ സത്യജിത് റേക്ക് 1992-ൽ ഭാരതരത്നവും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചു. ഈ രണ്ട് പരമോന്നത ബഹുമതികളും നേടിയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർസെനിക്. ആർസെനിക് ഒരു രാസവസ്തുവാണ്. അതിന്റെ ഉയർന്ന വിഷാംശം കാരണം ഇത് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. വളരെ ചെറിയ അളവിൽ പോലും ഇത് മനുഷ്യ ശരീരത്തിന് മാരകമായേക്കാം. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം P.E.T. ഉഷ. ഇന്ത്യൻ കായികരംഗത്തെ ഇതിഹാസതാരമായ P.E.T. ഉഷ 1985-ൽ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായികതാരമാണ്. പയ്യോളി എക്സ്പ്രസ് എന്നും ഇവർ അറിയപ്പെടുന്നു. ശ്രീഭട്ടാരകൻ എന്നറിയപ്പെട്ടത് ആര്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനാണ് ചട്ടമ്പി സ്വാമികൾ. പല പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അതിലൊന്നാണ് ശ്രീഭട്ടാരകൻ. തിരുകൊച്ചിയിൽ മന്ത്രിയായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സഹോദരൻ അയ്യപ്പൻ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും പഠനം നടത്താൻ കുമാരനാശാന് സാമ്പത്തിക സഹായം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു. കേരള നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനുമായ ഡോക്ടർ പൽപ്പു മഹാകവി കുമാരനാശാന്റെ വിദ്യാഭ്യാസത്തിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ആശാനെ ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും അയച്ചു പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശനവേളയിൽ ചിന്മുദ്രയെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ആര്? ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചിന്മുദ്രയെക്കുറിച്ച് സംവദിക്കുകയും ചെയ്തു. ചട്ടമ്പി സ്വാമികളുടെ അറിവിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ സന്യാസ ശിഷ്യനാര്? ആനന്ദതീർത്ഥ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് ആനന്ദതീർത്ഥ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും സാമൂഹിക സമത്വത്തിനായി പ്രവർത്തിക്കുന്നതിലും ആനന്ദതീർത്ഥ സ്വാമികൾ ഒരു പ്രധാന പങ്കുവഹിച്ചു. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? P.E.T. ഉഷ. ഇന്ത്യൻ കായിക ലോകത്ത് പയ്യോളി എക്സ്പ്രസ് എന്ന് സ്നേഹത്തോടെയും അഭിമാനത്തോടെയും അറിയപ്പെടുന്ന അത്ലറ്റാണ് P.E.T. ഉഷ. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ ഇന്ത്യയ്ക്കു വേണ്ടി ഒട്ടേറെ മെഡലുകൾ അവർ നേടിയിട്ടുണ്ട്.
പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി? സത്യജിത് റേ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്ക് സത്യജിത് റേയ്ക്ക് ഇന്ത്യയിലെ 4 പ്രധാന സിവിലിയൻ ബഹുമതികളും ലഭിച്ചു. ഇത് ഇന്ത്യൻ കലാരംഗത്ത് അദ്ദേഹത്തിന്റെ അതുല്യമായ സ്ഥാനത്തെ എടുത്തുകാണിക്കുന്നു. പിന്നീട് ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ എന്തു പേരിൽ അറിയപ്പെടുന്നു? പത്മ. ഗംഗാനദി ബംഗ്ലാദേശിൽ പ്രവേശിക്കുമ്പോൾ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് പിന്നീട് ബ്രഹ്മപുത്ര നദിയുമായി ചേരുമ്പോൾ മേഘ്ന എന്നറിയപ്പെടുന്നു. പയോറിയ ബാധിക്കുന്ന അവയവം? മോണ. പയോറിയ എന്നത് മോണകളെയും പല്ലുകളെ താങ്ങി നിർത്തുന്ന അസ്ഥികളെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു മോണരോഗമാണ്. ഇത് മോണവീക്കം, രക്തസ്രാവം, അണുബാധ എന്നിവയ്ക്ക് കാരണമാകും. പുരാണങ്ങളിൽ തമസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി? ടോൺസ്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും തമസ് എന്ന് പരാമർശിക്കപ്പെടുന്ന നദിയാണ് ടോൺസ്. രാമായണത്തിൽ സീതയെയും ലക്ഷ്മണനെയും ഉപേക്ഷിച്ചതിനുശേഷം ശ്രീരാമൻ ഈ നദിയുടെ തീരത്താണ് താമസിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചടക്കിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേര്? ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചടക്കുകയും പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് സർക്കാരിന് കൈമാറുകയും ചെയ്തു. അന്ന് ബോസ് ഈ ദ്വീപുകൾക്ക് ഷഹീദ് എന്നും സ്വരാജ് എന്നും പേര് നൽകി. പൂക്കളുടെ താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഒരു ദേശീയോദ്യാനമാണ് പൂക്കളുടെ താഴ്വര, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് മനോഹരമായ പൂക്കൾക്കും അപൂർവമായ സസ്യജന്തുജാലങ്ങൾക്കും പേരുകേട്ട ഒരു യുനെസ്കോ ലോക കേന്ദ്രമാണ്. ശിലാലിഖിതങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പകർന്നു നൽകിയ ആദ്യ ഭരണാധികാരി? അശോകൻ. മൗര്യസാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന അശോകൻ തന്റെ ധർമ്മതത്വങ്ങളും ഭരണപരമായ ഉത്തരവുകളും ശിലാലിഖിതങ്ങളിലൂടെയും സ്തംഭങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ്. ബുദ്ധമത തത്വങ്ങൾ പ്രചരിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം? കരിമ്പ്. കരിമ്പ് പുഷ്പിക്കുമ്പോൾ അതിന്റെ ഊർജ്ജം കാണ്ഡത്തിൽ പഞ്ചസാര ശേഖരിക്കുന്നതിനു പകരം പൂക്കൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് വഴിമാറും. ഇത് കരിമ്പിന്റെ പഞ്ചസാരയുടെ അംശം കുറയ്ക്കുകയും വിളവിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. തത്തയെക്കൊണ്ട് പാടിക്കുന്ന രീതിയിലുള്ള ഈ കാവ്യരൂപം മലയാള ഭാഷാസാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകി. പൂച്ചവർഗത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ സ്വാഭാവിക ജീവി? സൈബീരിയൻ കടുവ. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ഉപവർഗമാണ് സൈബീരിയൻ കടുവ. ഇവയ്ക്ക് വളരെ വലിയ ശരീരവും കട്ടിയുള്ള രോമങ്ങളും തണുപ്പുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ സഹായിക്കുന്ന മറ്റു ശാരീരിക പ്രത്യേകതകളുമുണ്ട്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര്? സംസ്ഥാന നിയമസഭാംഗങ്ങൾ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഓരോ സംസ്ഥാനത്തിന്റെയും ജനസംഖ്യാനുപാതികമായി രാജ്യസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. പൂക്കളുടെ താഴ്വര കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വതാരോഹകൻ ആര്? ഫ്രാങ്ക് സ്മിത്ത്. പ്രശസ്ത പർവ്വതാരോഹകനായ ഫ്രാങ്ക് സ്മിത്താണ് 1931-ൽ പൂക്കളുടെ താഴ്വര കണ്ടെത്തിയത്. ഹിമാലയൻ താഴ്വരയിലെ ഈ മനോഹരമായ പ്രദേശം അദ്ദേഹത്തിന്റെ കണ്ടെത്തലിലൂടെ ലോകശ്രദ്ധ ആകർഷിച്ചു. രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിത ആര്? ഭാരതി ഉദയഭാനു. കേരളത്തിൽ നിന്നുള്ള ആദ്യ രാജ്യസഭാംഗമായ വനിതയാണ് ഭാരതി ഉദയഭാനു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വനിതകളുടെ പങ്കാളിത്തത്തിന് ഇതൊരു ഉദാഹരണമാണ്. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആര്? ഹെർബർട്ട് ബേക്കർ. ബ്രിട്ടീഷ് വാസ്തുവിദഗ്ധരായ എഡ്വിൻ ലൂട്യൻസ്, ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് ഡൽഹിയിലെ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രമായി ഇത് നിർമ്മിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ച സ്ഥലം ഏതാണ്? സൂറത്ത്.
1613 ഗുജറാത്തിലെ സൂറത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു. രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തിയായ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യസഭാംഗമായിരിക്കെയാണ് ആദ്യമായി പ്രധാനമന്ത്രി പദവി ഏറ്റെടുത്തത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അപൂർവതയാണ്. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? എഥിലിൻ. സസ്യങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വാതക ഹോർമോണാണ് എഥിലിൻ. പഴങ്ങൾ പഴുക്കുന്നതിനും പൂക്കൾ വാടുന്നതിനും ഇലകൾ കൊഴിയുന്നതിനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? സിസ്റ്റർ അച്യുതമേനോൻ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിസ്റ്റർ അച്യുതമേനോൻ രാജ്യസഭാംഗമായിരിക്കെയാണ് മുഖ്യമന്ത്രി പദവിയിലെത്തിയത്. കേരളത്തിന്റെ വികസനത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഭാരതിയാർ സമാധി എവിടെയാണ്? പുതുച്ചേരി. തമിഴ്നാട്ടിലെ മഹാകവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന സുബ്രഹ്മണ്യ ഭാരതിയുടെ സമാധി പുതുച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടം പുതുച്ചേരിയിലായിരുന്നു. പൂർവ്വ ചാലൂക്യരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? വേങ്ങി. ആന്ധ്രാപ്രദേശിൽ ഭരണം നടത്തിയിരുന്ന പൂർവ്വ ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്നു വേങ്ങി. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നു ഇവർ. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് 1956 സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ. ലോകമെമ്പാടുമുള്ള ഒരു സേവന സംഘടനയായ ലയൺസ് ക്ലബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ശാഖ 1956 മുംബൈയിൽ ആരംഭിച്ചു. ഇത് ഇന്ത്യയിലെ സാമൂഹിക സേവന മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. വിഷമുള്ള ഏക സസ്തനി ഏതാണ്? ഡക്ക് ബിൽഡ് പ്ലാറ്റിബസ്. ഡക്ക് ബിൽഡ് പ്ലാറ്റിബസ് വിഷമുള്ള ചുരുക്കം ചില സസ്തനികളിൽ ഒന്നാണ്. ആൺ പ്ലാറ്റിപ്പസുകൾക്ക് കാലുകളിൽ വിഷം ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളും മുള്ളുകളുമുണ്ട്. പരീക്ഷണാർത്ഥം ലോകത്താദ്യമായി അണുബോംബ് പൊട്ടിച്ച രാജ്യമേത്? USA. അമേരിക്ക. 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിൽ ട്രിനിറ്റി ടെസ്റ്റ് എന്ന പേരിൽ അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടത്തി. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഗതി മാറ്റുകയും ആണവായുധ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. പരുത്തി ഏത് സസ്യകുടുംബത്തിൽപ്പെടുന്നു? മാൽവേസിയെ. മാൽവേസിയെ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു പ്രധാന കാർഷിക വിളയാണ് പരുത്തി. ലോകമെമ്പാടും വസ്ത്രനിർമ്മാണത്തിനായി പരുത്തി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ജലസേചന ആവശ്യങ്ങൾക്കും ജലസംരക്ഷണത്തിനും വേണ്ടി റബ്ബർ കൊണ്ടുള്ള അണക്കെട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ്. പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ എന്നിവ ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഈ മൂന്ന് ഘടകങ്ങളും ചേർന്ന് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരിമണ്ണ്, റെഗുർ മണ്ണ്. ദക്ഷിണേന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന കരിമണ്ണ് അഥവാ റെഗുർ മണ്ണ് പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇതിന് ജലാംശം നിലനിർത്താനുള്ള കഴിവ് കൂടുതലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആര്? ഓമനക്കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റായി അറിയപ്പെടുന്നത് ഓമനക്കുഞ്ഞമ്മയാണ്. ഇത് നിയമരംഗത്ത് വനിതകളുടെ മുന്നേറ്റത്തിന് ഒരു തുടക്കമിട്ടു. ആൻഡമാൻ ദ്വീപുകളോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മ്യാൻമർ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ദ്വീപസമൂഹത്തിന് ഏറ്റവും അടുത്തുള്ള രാജ്യമാണ് മ്യാൻമർ. ഈ സാമീപ്യം ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായി പ്രാധാന്യമുള്ളതാണ്. പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്നത് ഏത് നദിയാണ്? രവി. ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുള്ള സപ്തസിന്ധു നദികളിൽ ഒന്നാണ് പരുഷ്ണി എന്നറിയപ്പെടുന്ന രവി നദി. പുരാതന ഇന്ത്യൻ ചരിത്രത്തിലും സംസ്കാരത്തിലും ഈ നദിക്ക് വലിയ പ്രാധാന്യമുണ്ട്.
ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേയായി കണക്കാക്കപ്പെടുന്നത് അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേയാണ്. ഇത് ഗുജറാത്തിലാണ്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത് ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആര്? മിൽഖ സിംഗ്. ഇന്ത്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇതിഹാസ താരമാണ് പറക്കും സിഖ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും അദ്ദേഹം ഇന്ത്യയ്ക്കു വേണ്ടി നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? റൂർക്കി. 1847. 1847 റൂർക്കിയിൽ സ്ഥാപിച്ച തോംസൺ കോളേജ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നീട് ഇത് IIT റൂർക്കിയായി മാറി. നാംരൂപ്, ചന്ദ്രപൂർ താപവൈദ്യുത നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ്? അസം. അസം സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളാണ് നാംരൂപ്, ചന്ദ്രപൂർ എന്നിവ. ഈ നിലയങ്ങൾ സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പതേർ പാഞ്ചാലി എന്ന നോവൽ എഴുതിയത് ആര്? വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. പ്രശസ്ത ബംഗാളി സാഹിത്യകാരനായ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ വിഖ്യാത നോവലാണ് പതേർ പാഞ്ചാലി. സത്യജിത് റേ ഈ നോവലിനെ ആസ്പദമാക്കി ചലച്ചിത്രം നിർമ്മിച്ചിട്ടുണ്ട്. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതൊക്കെ ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ചെവിയും തൊണ്ടയും. മധ്യകർണത്തെയും നാസികാഗ്ര ഗ്രസനിയെയും നേസോഫാരിങ്സ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ കുഴലാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇത് ചെവിയുടെ അകത്തെ മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പീരങ്കി ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ചൈന. വെടിമരുന്നും അത്യാധുനിക ആയുധങ്ങളും ആദ്യമായി ഉപയോഗിച്ചത് ചൈനക്കാരാണ്. പീരങ്കിയുടെ ആദ്യകാല രൂപങ്ങൾ ചൈനയിൽ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. നാദിർഷായും മുഗളന്മാരും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലം ഏതാണ്? കർണാൽ. 1739 ഹരിയാനയിലെ കർണാലിൽ വെച്ച് പേർഷ്യൻ ഭരണാധികാരിയായ നാദിർഷായും മുഗൾ സാമ്രാജ്യവും തമ്മിൽ നടന്ന യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിരമണീയമായ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണിത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ ഏറ്റവും പഴക്കമുള്ളത് ഏതാണ്? പുതുച്ചേരി. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭയുള്ള ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്നാണ് പുതുച്ചേരി. ഇതിന്റെ നിയമസഭയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യവും പഴക്കവുമുണ്ട്. ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം ഏതാണ്? പുതുച്ചേരി. മുൻ ഫ്രഞ്ച് കോളനിയായിരുന്ന പുതുച്ചേരിയിൽ ഇന്നും ഫ്രഞ്ച് സംസ്കാരത്തിന്റെ സ്വാധീനം വ്യക്തമായി കാണാം. അവിടുത്തെ വാസ്തുവിദ്യയിലും ജീവിതശൈലിയിലും ഭാഷയിലും ഇത് പ്രകടമാണ്. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ ഏതിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. കേരളത്തിലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാന വിളവെടുപ്പ് കാലങ്ങളാണ് പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ. ഇവ ഓരോന്നും വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ ചെയ്യുന്ന കൃഷിരീതികളാണ്. കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ച സ്ഥലം ഏതാണ്? കുമാരഗോഡി. 1924 പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിലാണ് മഹാകവി കുമാരനാശാൻ അന്തരിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കുമാരഗോഡിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. പശ്ചിമബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേരെന്താണ്? റൈറ്റേഴ്സ് ബിൽഡിംഗ്. കൊൽക്കത്തയിലെ പ്രശസ്തമായ റൈറ്റേഴ്സ് ബിൽഡിംഗ് പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ എഴുത്തുകാരുടെ ഓഫീസായിരുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. 1974 രാജസ്ഥാനിലെ പോക്രാനിൽ വെച്ചാണ് ഇന്ത്യ ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമത്തിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഇത് ഇന്ത്യയുടെ ആണവശേഷിയുടെ പ്രഖ്യാപനമായിരുന്നു. പൂർവമീമാംസയുടെ ഉപജ്ഞാതാവ് ആര്?
ജൈമിനി. പ്രാചീന ഭാരതീയ തത്വശാസ്ത്രത്തിലെ 6 പ്രധാന ചിന്താധാരകളിൽ ഒന്നാണ് പൂർവമീമാംസ. വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളെയും യജ്ഞങ്ങളെയും ഇതിവൃത്തമാക്കിയാണ് ജൈമിനി ഈ ദർശനം ആവിഷ്കരിച്ചത്. ഭാരതത്തിന്റെ 1 രൂപ മുതൽ 10 രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കറൻസി നോട്ട് പ്രസ്സിലാണ് ഇന്ത്യയിലെ പല മൂല്യങ്ങളിലുള്ള ബാങ്ക് നോട്ടുകളും അച്ചടിക്കുന്നത്. ഇത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിത ആര്? ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ ഇന്ത്യൻ സംഗീത ലോകത്തിന് നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടി. ഈ 2 പരമോന്നത ബഹുമതികളും നേടിയ ഏക വനിതയാണവർ. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്നത് എവിടെയാണ്? മധുര. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന രാജവംശമായിരുന്ന പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം തമിഴ്നാട്ടിലെ മധുരയായിരുന്നു. മധുര മീനാക്ഷി ക്ഷേത്രം ഈ സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്ന നദി ഏതാണ്? കോങ്കോ നദി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാന നദിയായ കോങ്കോ നദി ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദികളിൽ ഒന്നുകൂടിയാണിത്. പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട് കായൽ. ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ. ഇത് ദേശാടനപ്പക്ഷികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആര്? മൊസാർട്ട്, ബീതോവൻ, ബാക്ക്. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീത ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംഗീതജ്ഞരിൽ 3 പേരാണ് വുൾഫ്ഗാങ് അമഡ്യൂസ് മൊസാർട്ട്, ലുഡ്വിഗ് വാൻ ബീതോവൻ, യോഹാൻ സെബാസ്റ്റ്യൻ ബാക്ക് എന്നിവർ. ഇവരെയാണ് പലപ്പോഴും ത്രിമൂർത്തികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. PVC കണ്ടുപിടിച്ചത് ആര്? ഹെൻറി വിക്ടർ റെഗ്നോൾട്ട്. പോളിവൈനൈൽ ക്ലോറൈഡ് അഥവാ PVC എന്ന പ്ലാസ്റ്റിക് ആദ്യമായി കണ്ടുപിടിച്ചത് ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ ഹെൻറി വിക്ടർ റെഗ്നോൾട്ട് ആണ്. ഈ കണ്ടുപിടുത്തം വ്യാവസായിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി ആര്? സിസ്റ്റർ സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കമിട്ട സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നത് സിസ്റ്റർ സുബ്രഹ്മണ്യമായിരുന്നു. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളും ആധുനിക കൃഷിരീതികളും പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയിൽ വലിയ പങ്ക് വഹിച്ചു. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകം ഏതാണ്? പുതുച്ചേരി 30. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിക്ക് 30 അംഗങ്ങളുള്ള ഒരു നിയമസഭയുണ്ട്. ഇന്ത്യയിലെ നിയമസഭാംഗങ്ങളുടെ എണ്ണം കുറഞ്ഞ ഭരണഘടകങ്ങളിലൊന്നാണിത്. പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാലപ്പഗോസ് ദ്വീപ്. ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാലപ്പഗോസ് ദ്വീപുകൾ അവിടുത്തെ തനതായ ജന്തുജാലങ്ങൾ കാരണം പരിണാമ പഠനത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് ഈ ദ്വീപുകൾ ഒരു പ്രധാന പ്രേരണയായിരുന്നു. പൂർവാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം? റഷ്യ. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, കൂടാതെ പൂർവാർദ്ധഗോളത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യവും ഇത് തന്നെയാണ്. യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഈ രാജ്യം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ്. തൈക്കാട് അയ്യാവിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുവരുത്തിയ തിരുവിതാംകൂർ രാജാവ്? സ്വാതി തിരുനാൾ. സാമൂഹിക പരിഷ്കർത്താവും ആധ്യാത്മിക ഗുരുവുമായിരുന്ന തൈക്കാട് അയ്യാ ഗുരുവിനെ സ്വാതി തിരുനാൾ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും ആത്മീയ സ്വാധീനത്തെയും അംഗീകരിക്കുന്നതിന്റെ സൂചനയാണ്. കുമാരനാശാൻ ജനിച്ച വർഷം? 1873. മഹാകവി കുമാരനാശാൻ 1873 തിരുവനന്തപുരത്തെ കായിക്കരയിൽ ജനിച്ചു. മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ പ്രധാനികളിലൊരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. ആനന്ദമതം സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ആനന്ദമതം ജാതിമത ഭേദങ്ങളില്ലാതെ ആത്മീയമായ ഉണർവ് ലക്ഷ്യമിടുന്ന ഒരു ദർശനമാണ്.
മാനസികമായ സന്തോഷവും സമാധാനവുമാണ് ആനന്ദമതത്തിന്റെ അടിസ്ഥാന തത്വം. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. NSS സ്ഥാപകനും നവോത്ഥാന നായകനുമായ മന്നത്ത് പത്മനാഭൻ 1947 മുതുകുളത്ത് നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ദിവാനും തിരുവിതാംകൂർ രാജാവിനും എതിരെയായിരുന്നു ഈ പ്രസംഗം. ബുദ്ധൻ ജനിച്ച കപിലവസ്തു ഇപ്പോൾ ഏത് രാജ്യത്താണ്? നേപ്പാൾ. ഗൗതമ ബുദ്ധൻ ജനിച്ചത് കപിലവസ്തുവിലെ ലുംബിനിയിലാണ്. ഈ സ്ഥലം നിലവിൽ നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമത വിശ്വാസികൾക്ക് ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ. ലോകത്തിലെ വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമായ കാനഡ പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സോനാർഗാവ്, കൊൽക്കത്ത, പെഷവാർ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയതും നീളമേറിയതുമായ പ്രധാന റോഡുകളിലൊന്നാണ്. ഷേർഷാ സൂരിയാണ് ഇതിന് വലിയ തോതിൽ നവീകരണം നടത്തിയത്. ഇത് സോനാർഗാവിനെ ബംഗ്ലാദേശ്, പെഷവാറുമായി പാകിസ്ഥാൻ ബന്ധിപ്പിക്കുന്നു. ഏത് രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് ഔഡി? ജർമ്മനി. ആഡംബര കാറുകൾക്ക് പേരുകേട്ട ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഓഡി, ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ജർമ്മനിയിലെ ഇംഗോൾസ്റ്റാഡിലാണ് ഇതിന്റെ ആസ്ഥാനം. അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്ന് വന്നവരാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യകാല കുടിയേറ്റങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടനിൽ നിന്നുള്ളവരായിരുന്നു. ഇത് അമേരിക്കൻ സംസ്കാരത്തിലും ഭാഷയിലും ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഹീമോഫീലിയ ബി. ഹീമോഫീലിയ ബി രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ഫാക്ടർ അയാക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ്. ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്ത കുട്ടിയുടെ പേര് ക്രിസ്മസ് എന്നായിരുന്നതുകൊണ്ടാണ് ഇതിനെ ക്രിസ്മസ് ഡിസീസ് എന്നും വിളിക്കുന്നത്. പ്യൂണിക് യുദ്ധങ്ങളിൽ ഏറ്റുമുട്ടിയത്? റോമും കാർത്തേജും. പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധപരമ്പരകളിൽ ഒന്നായിരുന്നു പ്യൂണിക് യുദ്ധങ്ങൾ. റോമൻ റിപ്പബ്ലിക്കും വടക്കേ ആഫ്രിക്കൻ നഗര സംസ്ഥാനമായ കാർത്തേജും തമ്മിലായിരുന്നു ഈ യുദ്ധങ്ങൾ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 പദവിയിലിരിക്കെയാണ് അന്തരിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമി ഏത് സംസ്ഥാനത്ത്? ഹരിയാന. മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമായി വിശ്വസിക്കപ്പെടുന്ന കുരുക്ഷേത്ര ഹരിയാന സംസ്ഥാനത്തിലെ ഒരു പുണ്യനഗരമാണ്. ഇന്ത്യൻ സംസ്കാരത്തിലും ചരിത്രത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം? മിഗ് 29. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന പോരാളി വിമാനങ്ങളിൽ ഒന്നാണ് മിഗ് 29. ഇതിന്റെ സേവന കാലയളവിൽ ബാസ് എന്ന വിളിപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ റായ്സൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സാഞ്ചി സ്തൂപം പുരാതന ഇന്ത്യയിലെ ബുദ്ധമത വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുന്നു. കുറിച്യർ സമരം നടന്ന വർഷം? 1812. വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1812 നടന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രവർഗ കലാപമാണ് കുറിച്യർ സമരം. ബ്രിട്ടീഷ് നികുതി നയങ്ങളോടുള്ള എതിർപ്പായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി? വി.കെ. വേലപ്പൻ. വി.കെ. വേലപ്പൻ കേരളത്തിലെ ആദ്യകാല മന്ത്രിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പദവിയിലിരിക്കെയാണ് അന്തരിച്ചത്. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം? തിരുവനന്തപുരം. 1956 സ്ഥാപിതമായ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരുന്നു.
പിന്നീട് ഇത് തൃശൂരിലേക്ക് മാറ്റുകയുണ്ടായി. ജോൺ രാജാവ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച വർഷം 1215. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് 1215 മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചു. ഇത് നിയമവാഴ്ചയുടെയും പൗരാവകാശങ്ങളുടെയും ചരിത്രത്തിലെ ഒരു സുപ്രധാന രേഖയായി കണക്കാക്കപ്പെടുന്നു. കേരള കൊങ്കണി അക്കാദമി എവിടെയാണ്? എറണാകുളം. കൊങ്കണി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രചാരണത്തിനും വികസനത്തിനുമായി സ്ഥാപിച്ച കേരള കൊങ്കണി അക്കാദമി എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി? രാംഗംഗ. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് രാംഗംഗ. ഈ നദി ഉദ്യാനത്തിലെ വന്യജീവികൾക്ക് ജലസ്രോതസ് നൽകുന്നു. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഹൈദരാബാദ്. വിവരസാങ്കേതികവിദ്യാ വ്യവസായത്തിലെ വളർച്ച കാരണം ഹൈദരാബാദ് ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നു. ഇവിടെ നിരവധി IT കമ്പനികളുടെ ആസ്ഥാനങ്ങളുണ്ട്. ഭാസ്കര രവിവർമ്മൻ ഒന്നാമനുമായി ബന്ധപ്പെട്ട ശാസനം? 1000 AD ജൂതശാസനം. ചേര രാജാവായ ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ AD 1000 ജൂതവ്യാപാരികൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകി പുറത്തിറക്കിയതാണ് ജൂതശാസനം. കേരളത്തിന്റെ മധ്യകാല ചരിത്രത്തിലെ ഒരു പ്രധാന രേഖയാണിത്. കോർബ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമാണ് കോർബ. കൽക്കരി ഖനനത്തിനും താപവൈദ്യുത നിലയങ്ങൾക്കും ഈ നഗരം പ്രശസ്തമാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത്? മലേറിയ. മലേറിയയുടെ ഒരു ഗുരുതരമായ രൂപമാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. ചുവന്ന രക്താണുക്കൾ നശിക്കുകയും മൂത്രത്തിലൂടെ ഹീമോഗ്ലോബിൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതിനാൽ മൂത്രത്തിന് കറുത്ത നിറം വരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ കേരളീയ വനിത? ജസ്റ്റിസ് അന്ന ചാണ്ടി. ഇന്ത്യൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് അന്ന ചാണ്ടി. 1959 കേരള ഹൈക്കോടതി ജഡ്ജിയായി അവർ നിയമിതയായി. ജോൺ എഫ്. കെന്നഡി കൊല്ലപ്പെട്ട വർഷം? 1963. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ്. കെന്നഡി 1963 നവംബർ 22 ഡാളസിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. ഷേർഷാ കനൗജ് യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വർഷം? 1540. 1540 നടന്ന കനൗജ് യുദ്ധത്തിൽ ഷേർഷാ സൂരി മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ പരാജയപ്പെടുത്തുകയും മുഗൾ സാമ്രാജ്യം താൽക്കാലികമായി ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്? പെട്രോളിയം. ലോക സമ്പദ്വ്യവസ്ഥയിൽ പെട്രോളിയത്തിനുള്ള വലിയ പ്രാധാന്യം കണക്കിലെടുത്ത് ഇതിനെ കറുത്ത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ഊർജ്ജത്തിന്റെ പ്രധാന സ്രോതസ്സാണ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? 1924. 1924 ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന കടലിടുക്ക്? തായ്വാൻ കടലിടുക്ക്. ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന ഏകദേശം 180 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണ് തായ്വാൻ കടലിടുക്ക്. ഇത് തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ജലപാതയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം എന്തിനു പ്രസിദ്ധം? കടലാമ സംരക്ഷണ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം കടലാമ സംരക്ഷണ കേന്ദ്രത്തിന് പ്രസിദ്ധമാണ്. ഇവിടെയുള്ള പ്രാദേശിക കൂട്ടായ്മകൾ കടലാമകളെ സംരക്ഷിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അതിവർഷങ്ങളിൽ പുതിയൊരു മാസമുള്ള കലണ്ടർ ഏത്? യഹൂദ കലണ്ടർ. യഹൂദ കലണ്ടർ ഒരു ലൂണിസോളാർ കലണ്ടറാണ്. ചാന്ദ്രചക്രവും സൗരചക്രവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ ചില അതിവർഷങ്ങളിൽ ഒരു അധികമാസം അദാർ 2 ചേർക്കുന്നു. 1957 EMS മന്ത്രിസഭയിലെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രി? P.K. ചാത്തൻ. 1957 അധികാരത്തിൽ വന്ന EMS
നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു പി. ചാത്തൻ മാസ്റ്റർ. തേനീച്ച സമൂഹത്തിലെ തൊഴിലാളികൾ ആര്? പെൺ തേനീച്ചകൾ. തേനീച്ച കോളനിയിലെ ഭൂരിഭാഗം ജോലികളും ചെയ്യുന്നത് വന്ധ്യകളായ പെൺ തേനീച്ചകളാണ്. ഭക്ഷണം ശേഖരിക്കുക, കൂടുകൾ നിർമ്മിക്കുക, രാജ്ഞിയെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുക എന്നിവയെല്ലാം ഇവരുടെ ചുമതലകളാണ്. കലിംഗം എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒഡീഷ. പുരാതന കാലത്ത് കലിംഗരാജ്യം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ആധുനിക ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാവിമാനം സരസ്. ദേശീയ എയറോസ്പേസ് ലബോറട്ടറികൾ (നാൽ) വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മൾട്ടിറോൾ ലൈറ്റ് ട്രാൻസ്പോർട്ട് വിമാനമാണ് സരസ്. മനുഷ്യശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ. പീയൂഷഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ശരീരകോശങ്ങളുടെ വളർച്ചയെയും വികാസത്തെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധന ചെയ്തത് ആര്? ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ 1915-ൽ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചു. മഹാനായ ആത്മാവ് എന്നാണ് ഈ വാക്കിനർത്ഥം. ഇന്ത്യയുടെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഡി ആൻവില്ലെ, ജോൺ ബാപ്റ്റീസ്റ്റ് ബർഗിനോൺ ഡിയാൻവൽ. ഫ്രഞ്ച് ഭൂപട നിർമ്മാതാവായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് ബോർഗിഗ്നൺ ഡി ആൻവില്ലെയാണ് 1752-ൽ ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക ഭൂപടം തയ്യാറാക്കിയത്. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? പാറമടകളിൽ. സിലിക്കൺ അംശമുള്ള പൊടി ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ഇത് പാറമടകളിലും കനികളിലും ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്നു. ഫോക്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ കീഴിലാണ്? ബ്രിട്ടൻ. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോക്ലാൻഡ് ദ്വീപുകൾ ബ്രിട്ടന്റെ അധീനതയിലുള്ള ഒരു പ്രവാസ പ്രദേശമാണ്. ഇത് അർജന്റീനയും ബ്രിട്ടനും തമ്മിലുള്ള തർക്കവിഷയമായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1950-ൽ രൂപീകരിച്ച ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അതിനാൽ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. ബോട്ടണി ബേ എന്ന സമുദ്രഭാഗം എവിടെയാണ്? ടാസ്മാൻ കടലിൽ. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ സിഡ്നിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബോട്ടണി ബേ ടാസ്മാൻ കടലിലാണ്. ജെയിംസ് കുക്ക് ആദ്യമായി ഓസ്ട്രേലിയയിൽ കാലുകുത്തിയ സ്ഥലമാണിത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നപ്പോൾ ഗുൽസാരിലാൽ നന്ദയായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ. ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേര് പോഞ്ഞിക്കര അല്ലെങ്കിൽ മുളവുകാട്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ബോൾഗാട്ടി ദ്വീപ്. ഇത് പോഞ്ഞിക്കര അല്ലെങ്കിൽ മുളവുകാട് എന്ന പേരുകളിലും അറിയപ്പെടുന്നു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1969 മെയ് 3-ന് പദവിയിലിരിക്കെ അന്തരിച്ചു. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. 1986-ൽ ബാംഗ്ലൂരിലാണ് സാർക്കിന്റെ രണ്ടാമത്തെ ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സാർക്ക് ഉച്ചകോടിയായിരുന്നു ഇത്. കുഞ്ഞാലി മരക്കാരെ വധിച്ചത് ആര്? പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവികസേനാ തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ പിടികൂടി ഗോവയിൽ വെച്ച് വധിച്ചു. ബേക്കൽ കോട്ട പണികഴിപ്പിച്ചത് ആര്? ശിവപ്പ നായക്. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട 17-ാം നൂറ്റാണ്ടിൽ ഇക്കേരി നായകന്മാരിലെ ശിവപ്പ നായക് ആണ് പണികഴിപ്പിച്ചത്. അയവെട്ടുന്ന ജീവികളിൽ ഏറ്റവും വലുത് ജിറാഫ്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സസ്തനിയും അയവെട്ടുന്ന ജീവികളിൽ ഏറ്റവും വലുതും ജിറാഫാണ്. സിവിൽ വിവാഹം എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? സബ് രജിസ്ട്രാർ ഓഫീസിൽ. പ്രത്യേക വിവാഹ നിയമം 1954 പ്രകാരം സിവിൽ വിവാഹങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഐബീരിയൻ എയർലൈൻസ് ഏത് രാജ്യത്താണ് സർവീസ് നടത്തുന്നത്? സ്പെയിൻ. ഐബീരിയ എയർലൈൻസ് സ്പെയിനിന്റെ ദേശീയ വിമാനക്കമ്പനിയാണ്.